ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി നമുക്ക് റണ്ണിങ്ങിൽ കുറേ ഓടി സിഗ്നലിങ്ങൊക്കെ നിൽക്കുന്ന സമയത്ത് ഓഫ് ആവണം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിക്ക് മുമ്പ് കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീനിങ്ങൊക്കെ നടത്തിയിരുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ട്യൂണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ഒന്നുകൂടിയും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്യൂണിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കുണ്ടല്ലോ അതിനകത്തൊന്നും കഴിഞ്ഞ ദിവസം ട്യൂൺ ചെയ്തതിൽ ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. ട്യൂണിങ്ങിൽ മാറ്റം വന്നേക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻജിൻ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടാവും, കരി ഉണ്ടാവും വാൽവിനകത്തൊക്കെ. അപ്പോൾ നമ്മൾ സംടൈം നമ്മൾ ആ ചെയ്യുന്ന സമയത്തുള്ള ട്യൂണിങ് പിന്നീട് കറക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെയാണോ ആ സമയത്താണ് കറക്റ്റ് ട്യൂണിങ് ആ സമയത്താവും. പിന്നീട് കുറേ ഓടിക്കുമ്പോൾ ആ വാൽവിനകത്ത് കരിയുടെ പ്രസൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീടാണ് അതിനകത്ത് വേരിയേഷൻസ് വന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോഴും നമ്മളിത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും സെയിം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടല്ലോ ഹെഡ് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് സൈലൻസറിൽ നിന്ന് പുറത്ത് വരുന്ന ആ സ്മോക്ക്, ആ പുകയുടെ ഇതിനകത്ത് തന്നെ നമുക്ക് ആ കറക്റ്റ് അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ഉപരി ശരിക്കും നമുക്ക് സാധാരണ വണ്ടി നമുക്ക് ഡീകാർബണൈസിങ് എന്നാണ് പറയുക. അതിന് നമുക്കൊരു 25,000 തുടങ്ങി 30,000 കിലോമീറ്ററിലൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് വണ്ടി 38,000 കിലോമീറ്റർ ആയിട്ട്, അതായത് 39,000 കിലോമീറ്ററോളം ഇപ്പോൾ ഓൾറെഡി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഒരു സർവീസ് നമുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെൻഡിങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതാണ് നോക്കിയിട്ടൊരു വേറൊരു റീസണൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തൊക്കെ വെച്ചേക്കാണ്. അപ്പോൾ നിലവിൽ അതിപ്പിൻ്റെ ശേഷം കുറേ ഓടിച്ചൊക്കെ നോക്കിയെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇനിയും ട്യൂണിങ്ങിൽ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് ട്യൂണിങ് വെച്ചാലും ആ സ്ഥിതിയിൽ നിന്ന് പിന്നീട് കുറേ ഓടി കഴിഞ്ഞാൽക്കെ വ്യത്യാസം വന്നുണ്ട്. അതായത് കറക്റ്റ് ട്യൂണിങ് വേരിയേഷൻസ് വരാം, ഐഡലിങ് കറക്റ്റ് ആവാത്ത കണ്ടീഷൻ വന്നിട്ട് ഓഫായി പോകും. അതാണ് സംഭവിക്കുന്നത്. അതാ കറക്റ്റ് അതിൻ്റെ ഹെഡ് വാൽവിനകത്ത് കരി നിൽക്കുന്ന സമയത്ത് കംപ്രഷൻ ലീക്കേജ് വരും. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക സംഭവം. അപ്പോൾ അത് നോക്കാം. വീണ്ടും ഇപ്പോൾ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനാണ്ട് വേറെ മാർഗ്ഗമില്ല, ചെയ്യേണ്ടി വരും കേട്ടോ. തന്നെയല്ല നമുക്ക് മൈലേജൊക്കെ ഷോർട്ട് വരും, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കും, സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് വരും. അതൊക്കെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. മൈലേജൊക്കെ തീരെ ഷോർട്ടിങ്ങിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ താമസിപ്പിക്കേണ്ട നമുക്ക് ചെയ്യണതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. വേറെ കംപ്ലൈൻറ്റ് നിലവിൽ കാണുന്നില്ല. ഓക്കെ.